से अगस्त यौम हिरोशिमा, 9 अगस्त यौम നാഗസാക്കി. ഓഗസ്റ്റ് 6 ഹിരോഷിമ ദിനം, ഓഗസ്റ്റ് 9 നാഗസാക്കി ദിനം. രണ്ടാം ലോക മഹായുദ്ധത്തോടനുബന്ധിച്ച് സാമ്രാജ്യത്വ ശക്തികൾ ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് വർഷിച്ചതിൻ്റെ കറപുരണ്ട കരി നിറഞ്ഞ ദിനങ്ങളുടെ ഓർമ്മയാണ് ഹിരോഷിമ ദിനവും നാഗസാക്കി ദിനവും നമുക്ക് സമ്മാനിക്കുന്നത്. ഇനിയൊരിക്കലും ഇത്തരത്തിലുള്ള യുദ്ധങ്ങളുണ്ടാവരുതെന്ന സന്ദേശമാണ് നമ്മുടെ മക്കൾക്ക് കൈമാറാനുള്ളത്. ചില പോസ്റ്ററുകൾ നോക്കാം. ജംഗ് ബഡി ലാനത്ത് ഹേ, അമൻ ഖുദാ കി നിയമത്ത് ഹേ. ജംഗ് ബഡി ലാനത്ത് ഹേ, യുദ്ധം വലിയ ശാപമാണ്. അമൻ ഖുദാ കി നിയമത്ത് ഹേ, സമാധാനം വലിയ അനുഗ്രഹവുമാണ്. ഇനിയൊരിക്കലും ശാപങ്ങൾ വർഷിക്കുന്ന യുദ്ധങ്ങൾ ഇവിടെ ഉണ്ടാവാൻ പാടില്ല. സമാധാനത്തോടുകൂടി കഴിയണമെന്ന സന്ദേശമാണ് ഈ പോസ്റ്ററിലൂടെ നമുക്ക് മക്കൾക്കായി നൽകാനുള്ളത്. മറ്റൊരു പോസ്റ്റർ ശ്രദ്ധിക്കാം. വളരെ പ്രശസ്തമായ ഒരു കവിതയിലെ 2 ഈരടികളാണ് പോസ്റ്റർ രൂപത്തിൽ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഖൂൻ അപ്നായാ ഹോ പരായാ ഹോ, നസ്ലെ ആദം കാ ഖൂൻ ഹേ ആഖിർ. ഖൂൻ അപ്നായാ ഹോ പരായാ ഹോ, നസ്ലെ ആദം കാ ഖൂൻ ഹേ ആഖിർ. ഖൂൻ എന്നാൽ രക്തമാണ്. രക്തം നമ്മുടേതാവട്ടെ അപരൻ്റെതാവട്ടെ, രക്തം ഇന്ത്യക്കാരൻ്റെതാവട്ടെ ഇന്ത്യയോട് മല്ലിടുന്ന ശത്രുരാജ്യത്തിൻ്റെതാവട്ടെ, നസ്ലെ ആദം കാ ഖൂൻ ഹേ ആഖിർ. ഓർക്കണം, നസ്ലെ ആദം അവർ മനുഷ്യസന്തതിയാണ്. എല്ലാവരും മനുഷ്യരാണ്, മനുഷ്യരക്തമാണെന്ന് മനസ്സിലാക്കണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട മാനവികതയുടെ സന്ദേശം ഉയർത്തുന്ന ഈരടികളാണ് ഇതിലൂടെ നമുക്ക് കുട്ടികൾക്ക് പകർന്നു കൊടുക്കാനുള്ളത്. ഇതുപോലെ മറ്റൊരു പോസ്റ്റർ ശ്രദ്ധിക്കാം. ജംഗ് സേ ദൂർ രഖേ, അമൻ കെ സാത്ത് രഹേ. ജംഗ് സേ ദൂർ രഖേ, അമൻ കെ സാത്ത് രഹേ. ജംഗിൽ നിന്നും, യുദ്ധത്തിൽ നിന്നും, ലഡായിൽ നിന്നും, അടിപിടിയിൽ നിന്നും ദൂർ രഖേ, നമുക്ക് മാറി നിൽക്കാം, ദൂരെയായി നിൽക്കാം. അമൻ കെ സാത്ത് രഹേ, അമൻ കെ സാത്ത് രഹേ, സമാധാനത്തോടുകൂടി നമുക്ക് ജീവിക്കാം, താമസിക്കാം, വസിക്കാം. തീർച്ചയായും നമ്മുടെ മക്കൾക്ക്, ഭാവി തലമുറക്ക് കൈമാറേണ്ട പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ഈ കൊച്ചു 2 വരികളിലൂടെ നാം കൈമാറുന്നത്. നാം പരസ്പരം വൈരം പാടില്ല, വിദ്വേഷം പാടില്ല, ദേഷ്യം പാടില്ല, വെറുപ്പ് പാടില്ല. സമാധാനത്തോടുകൂടി ഒരുമിച്ച് ഒറ്റക്കെട്ടായി ജീവിക്കണമെന്ന വലിയ സന്ദേശം. देखिए, जंग तो खुद ही एक मसला है, जंग क्या मसलों का हल देगी. जंग तो खुद ही एक मसला है, जंग क्या मसलों का हल देगी. ജംഗ് യുദ്ധമെന്നത് സ്വയം അതൊരു പ്രശ്നമാകുന്നു. ജംഗ് തോ ഖുദ് ഹി എക് മസല ഹെ, ജംഗ് എന്നതു തന്നെ, യുദ്ധമെന്നതു തന്നെ സ്വയം അതൊരു പ്രശ്നമാകുന്നു, വലിയ പ്രശ്നമാണ്. ജംഗ് ക്യാ മസലോं का हल देगी. ആ ജംഗിനെ, പ്രശ്നമായി നിൽക്കുന്ന യുദ്ധത്തിന് മറ്റു പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കുമോ എന്നതാണ് ചോദ്യം. നമുക്കറിയാം, നിസ്സാരമായ കാര്യങ്ങളുടെ പേരിലാണ് പലപ്പോഴും വഴക്കുകൾ. നിസ്സാരമായ പ്രശ്നങ്ങളുടെ പേരിൽ, നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ വഴക്കിട്ട് അത് അടിപിടിയായി
വലിയ സംഘർഷമായി യുദ്ധമായി മാറുന്ന അവസ്ഥകൾ തന്നെ വന്നിട്ടുള്ളത് ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിലാണ്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി യുദ്ധം ചെയ്യുമ്പോൾ യുദ്ധമെന്നത് അതിനേക്കാൾ വലിയ ഒരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്നു. ദേഖിയേ, അതുകൊണ്ട് നമുക്ക് നമ്മുടെ മക്കളോട് പറയാനുള്ളത്, നാം പഠിച്ചതാ മുഹബ്ബത് കി ഷമ്മേ ജലായേഗെ ഹം ഖദൂറത് ഖുദൂറത് ദിലോं से मिठाएगे हम. മുഹബ്ബത് കി ഷമ്മേ ജലായേഗെ ഹം ഖുദൂറത് ദിലോं से मिठाएगे हम. നാം നമ്മുടെ മക്കൾക്ക്, വളർന്നു വരുന്ന യുവതലമുറക്ക് നാം പഠിപ്പിച്ചു കൊടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ആശയം, ഒരു കൺസെപ്റ്റ്, ഒരു തീം എന്ന് പറയുന്നത് മുഹബ്ബത് കി ഷമ്മേ ജലായേഗെ ഹം. മക്കളെ, നമുക്ക് മുഹബ്ബത്തിൻ്റെ ഷമേ, മുഹബ്ബത്തിൻ്റെ മെഴുകുതിരി വെട്ടങ്ങൾ, മുഹബ്ബത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രണയത്തിൻ്റെ ഷമേം മെഴുകുതിരികൾ ജലായേഗെ ഹം നമുക്ക് കത്തിക്കാം. ഖുദൂറത് ദിലോं से मिठाएगे हम. നമ്മുടെ ദിലോസെ, നമ്മുടെ മനസ്സുകളിൽ നിന്ന്, നമ്മുടെ മനസ്സകത്തളങ്ങളിൽ നിന്നും ഖുദൂറത്ത്, വെറുപ്പ്, ശത്രുത, ദേഷ്യം, ഇവയെല്ലാം മിഠായേഗെ ഹം തൂത്തെറിഞ്ഞ് കളയാം. നമുക്ക് നമ്മുടെ മനസ്സിലാരോടും വിദ്വേഷം പാടില്ല, ദേഷ്യം പാടില്ല, വെറുപ്പ് പാടില്ല. എല്ലാവരോടും സ്നേഹത്തോടുകൂടി നാം ഒന്നാണ്, ഒറ്റക്കെട്ടാണ് എന്ന രീതിയിൽ ജീവിക്കാൻ നമുക്ക് സാധ്യമാകണം. ഇത്തരത്തിലുള്ള സന്ദേശങ്ങളാണ്, യുദ്ധവിരുദ്ധ സന്ദേശങ്ങളാണ്, സമാധാനത്തിൻ്റെ സന്ദേശങ്ങളാണ് ഓരോ ഹിരോഷിമ ദിനത്തിലും ഓരോ നാഗസാക്കി ദിനത്തിലും നാം ഭാവി തലമുറക്കായി നൽകേണ്ടത്. ഒരിക്കൽ കൂടി പറയാം, അമൻ സേ മുഹബ്ബത്ത് ഹേ, അമൻ സേ മുഹബ്ബത്ത് ഹേ, ജംഗ് സേ നഫ്രത്ത് ഹേ. നമുക്ക് സമാധാനത്തോടാണ് സ്നേഹം, യുദ്ധത്തോട് നമുക്ക് വെറുപ്പാണ്. ശുക്രിയ. ഖുദാ ഹഫീസ്.